ആ സഖാക്കൾ അപകടത്തിൽപ്പെട്ട് രോഗം പിടിപെട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എതിരാളികളുടെ ആക്രമണത്തിൽ ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അവരെയെല്ലാം സ്മരിക്കും. അപകടത്തിൽ സ്ഫോടനത്തിൽ ഇങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കും, സ്മരിക്കും. അങ്ങനെ അവരുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ പാർട്ടി വളർന്നു വന്നത്. ഈ പാർട്ടിയെ തകർക്കാൻ ബോംബും ആയുധങ്ങളും ഇവിടുത്തല്ലേ നടന്നത്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. സുധീഷിനെ വീട്ടിനകത്ത് കിടന്നിറങ്ങുമ്പോഴല്ലേ വെട്ടിക്കൊന്നത് RSSകാർ. വീട് ചവിട്ടി പൊളിച്ചിട്ട് ഒരച്ഛൻ്റെയും അമ്മയുടെയും കൺമുമ്പിലിട്ടല്ലേ വെട്ടിക്കൊന്നത്. ഒരാൾക്കൊരു പരാതിയില്ല. ഇതിപ്പോൾ ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കുന്നു. എന്ത് ബഹളമാണ്! കോൺഗ്രസിൻ്റെ സ്മാരക മന്ദിരങ്ങളൊക്കെ പരിശുദ്ധമാണോ? RSSൻ്റെ കൈകളെല്ലാം പരിശുദ്ധമാണോ? ഞങ്ങളൊരക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, ഒരു ബോംബ് നിർമ്മാണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. എല്ലാ അക്രമങ്ങൾക്കും എതിരായി നിന്നിട്ടുള്ളവരാണ്. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നെ വെടിവെച്ച് കൊല്ലാൻ എന്താ? ആദ്യം പിണറായിയെ കൊല്ലാൻ നിശ്ചയിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല. എന്നാൽ ഇരിക്കട്ടെ, എൻ്റെ നേരെ വണ്ടിയിൽ വെടിവെച്ചു. ഇതെല്ലാം കോൺഗ്രസിൻ്റെയും RSSൻ്റെയും പ്രവർത്തന രീതികളും പാരമ്പര്യവുമാണ്. അതുകൊണ്ട് ഇത് കാണിച്ചൊന്നും CPMനെ ഭയപ്പെടുത്താൻ, ഈ പാർട്ടിയുടെ വളർച്ചയെ തകർക്കാമെന്ന് ആരും ധരിക്കരുത്. അതിന് പ്രധാനമായും മാധ്യമങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരവേല നടത്തുക, അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറ്റിപ്പോഴെന്താ ഈ പ്രശ്നത്തിന് പ്രത്യേകതയുള്ളത്? 9 കൊല്ലമായില്ലേ പ്രകടനവും പൊതുയോഗവും രക്തസാക്ഷി ദിനങ്ങളും സ്മരിക്കുന്നത്? ഇതവിടെ മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ അവസരം ലഭിക്കുമ്പോൾ CPMനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമല്ല. വസ്തുതാപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. മൺമറഞ്ഞു പോയ നേതാക്കളെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കരുത്. പഴയ പടങ്ങൾ പലതും ഉണ്ടാകും, പല സ്ഥലങ്ങളിൽ വെച്ച് പ്രസംഗിച്ചതുണ്ടാകും. ആ പ്രസംഗിച്ച കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ചേർത്ത് കളങ്കപ്പെടുത്തരുത്. അവർക്ക് സമൂഹത്തിലുള്ള ജനകീയ അംഗീകാരം തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. മൺമറഞ്ഞു പോയ ഒരു വലിയ നേതാവിനോട് കാണിക്കുന്ന ക്രൂരമായ നടപടിയാണത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരാൾക്കും അദ്ദേഹം അതിനെ ന്യായീകരിച്ചെന്നോ ഇത്തരം സംഭവങ്ങളെ ന്യായീകരിച്ചെന്നോ തള്ളിപ്പറഞ്ഞെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. അദ്ദേഹം വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞു, അതാണ് അദ്ദേഹം ചെയ്തത്. അതിനെ ട്വിസ്റ്റ് ചെയ്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, രീതികളാണ് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അത് നിങ്ങൾ MV ജയരാജനോടോ ഗോവിന്ദൻ മാഷോടോ ചോദിച്ചാൽ അവർ പറയും. ഞങ്ങൾക്ക് ലഭ്യമായ വിവരം വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം വെച്ചുകൊണ്ട് അതൊരു സ്ഫോടനമാണ്. ആ സ്ഫോടനം എങ്ങനെയെന്നുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ മാത്രം പോരാ, അത് ഞങ്ങളുടെ അന്വേഷണമായിട്ടാണ് വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് ഫലപ്രദമായി ഗവൺമെൻറ് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. അന്നിവിടെ UDF ഗവൺമെൻറ്റാണ്, അവർ പല കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അന്വേഷിക്കണം ഫലപ്രദമായിട്ടെന്ന് ആവശ്യം ഉന്നയിച്ചവരാണ് ഞങ്ങൾ. 9 കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവങ്ങൾ ഇപ്പം നിങ്ങളെന്തിനാണ് ഇത് പൊക്കിയെടുത്തത്? നിങ്ങൾക്കെന്താ താല്പര്യം? ഞാൻ ചോദിക്കുന്നൊരു, നിങ്ങൾക്കെന്താ താല്പര്യം? ഇപ്പോഴല്ലല്ലോ, അതൊരു സംഭവം. അതിനു മുമ്പ് എത്ര സംഭവങ്ങളുണ്ട്? ഇത് ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ ഒരു സംഭവമാണോ? ഈ പാനൂരിലെ ആദ്യത്തെ സംഭവമാണോ ഇത്? അതാണ് ഞാൻ ചോദിച്ചത്. നാദാപുരം നരിക്കാട്ടേരി 5 പേരല്ലേ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത്? എന്താ ഒന്നും അറിയാത്തത്? ഇവിടെ പാനൂരിൽ തന്നെ ആസന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, പിന്നെ RSSകാരെ ബോംബെറിഞ്ഞു. ആ കുട്ടിയുടെ കാലിന് പരിക്ക് പറ്റി, മാരകമായ പരിക്ക്. ഇന്ന് ആ കുട്ടി ഡോക്ടറാണ്. ഈ പാനൂർ മേഖലയിൽ RSS സംഘപരിവാർ കോൺഗ്രസ് വ്യാപകമായി പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടത്തി. അത് അക്രമങ്ങൾ നടത്തിയത് RSS ദത്തെടുത്തതാണത്. തലശ്ശേരി താലൂക്ക് RSS ദത്തെടുത്ത നാടാണ്. ഇതിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ഒന്ന് പോയി നിങ്ങൾ മനസ്സിലാക്കി
വസ്തുതാപരമായി നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ CPM-നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന തെറ്റായ നടപടിയാണ് ഞാൻ അപലപിക്കുന്നത്. ആ നടപടി, ഇത്തരത്തിലെ തെറ്റായ നടപടികൾ സ്വീകരിക്കരുത്.